ഇൻസ്റ്റാഗ്രാം വഴി അശ്ലീല മെസ്സേജ് അയച്ച് ചോദ്യം ചെയ്ത യുവതിക്ക് നേരെ യുവാവിന്റെ ക്രൂരമർദ്ദനം. മർദ്ദനത്തിൽ യുവതിയുടെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റ്. യുവതിയുടെ പരാതിയിൽ കൊടുവള്ളി പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി മേഘ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. മേഘ, ഈ യുവാവും യുവതിയും പരിചയക്കാരായിരുന്നു. എന്താണ് ഈ സംഭവത്തിലേക്ക് നയിച്ചത്? ഇപ്പോൾ ഈ യുവതിയുടെ അവസ്ഥ എങ്ങനെയുണ്ട്? സിജു, അതായത് കൊടുവള്ളി സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. യുവതിയുടെ നാട്ടുകാരൻ തന്നെയാണ് യുവതിയെ മർദ്ദിച്ച ചെറുവോട്ട് മിർഷാദ്. ഇയാൾക്കെതിരെയാണ് യുവതി നിലവിൽ കൊടുവള്ളി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം വഴി അശ്ലീല മെസ്സേജ് അയച്ചത് ഈ പെൺകുട്ടി ചോദ്യം ചെയ്തിരുന്നു. ഇൻസ്റ്റഗ്രാം വഴി തന്നെ തിരിച്ചും മറുപടി നൽകി. എന്നാൽ അത് വീണ്ടും ആവർത്തിച്ചപ്പോൾ ഈ പെൺകുട്ടി യുവാവിന്റെ വീട്ടിലെത്തി പരാതി പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇയാൾ കൊടുവള്ളി നഗരത്തിലെ തന്നെ ഒരിടത്ത് വെച്ച് ഈ പെൺകുട്ടിയെ നേരിൽ കണ്ടപ്പോൾ ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ആക്രമണത്തിൽ പെൺകുട്ടിയുടെ കണ്ണിനും തലയ്ക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. വിവാഹ നിശ്ചയ സമയത്ത് കെട്ടിയ സ്വർണം ആ സമയത്ത് നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് പെൺകുട്ടി കൊടുവള്ളി സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. പ്രതിക്കായുള്ള തിരച്ചിൽ നിലവിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതി ഒളിവിൽ ആണ് എന്നാണ് പോലീസ് പറയുന്നത്. IPC 341, 323 വകുപ്പുകൾ ചേർത്താണ് നിലവിൽ ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സിജു, ഈ യുവാവാണോ ഈ വിളിച്ചു വരുത്തുക? വഴിയിൽ വെച്ച് സാന്ദർഭികമായി കണ്ടതാണോ? വിളിച്ചു വരുത്തുകയായിരുന്നോ ഈ യുവതിയെ? അതായത് ഈ സംഭവം നടക്കുന്നത് ഈ ഇൻസ്റ്റഗ്രാമിലൂടെ തന്നെ പെൺകുട്ടി ഇയാൾക്ക് അശ്ലീല മെസ്സേജ് അയച്ചതിന് പിന്നാലെ മറുപടി നൽകിയിരുന്നു. എന്നാൽ അതിനു പിന്നാലെ ഈ പെൺകുട്ടി വീട്ടിൽ പോയി പരാതി പറഞ്ഞപ്പോഴാണ് ഈ പ്രതിയെ ഇത് ചൊടിപ്പിച്ചത് എന്നതാണ് മനസ്സിലാക്കുന്നത്. കൊടുവള്ളി നഗരത്തിൽ, അതായത് ഇവർ ഒരു നാട്ടുകാരാണ്. കൊടുവള്ളി നഗരത്തിൽ വെച്ച് കണ്ടപ്പോഴാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് എന്നതാണ് പെൺകുട്ടി പറയുന്നത്. വിളിച്ചു വരുത്തിയതല്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും ഒരേ നാട്ടുകാരായതുകൊണ്ട് തന്നെ നഗരത്തിൽ വെച്ച് കണ്ടുമുട്ടുകയായിരുന്നു. ഇതിന് പിന്നാലെ അത് സംസാരത്തിലേക്ക് കടന്നു. പിന്നീട് പെട്ടെന്ന് തന്നെ ആക്രമണം നടത്തുകയായിരുന്നു എന്നതാണ് ഈ പെൺകുട്ടി പറയുന്നത്. സാരമായി തന്നെ ഈ പെൺകുട്ടിക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. പെൺകുട്ടിയുടെ കണ്ണിന് താഴെ മർദ്ദനത്തെ തുടർന്ന് നീര് വെച്ച രീതിയിലാണ് ഉള്ളത്. ഏതായാലും പോലീസ് പ്രതിക്കെതിരായുള്ള തെരച്ചിൽ നിലവിൽ ഊർജിതമാക്കി. ഏതെങ്കിലും ആയുധം വെച്ച് ആണോ ഈ യുവതിയുടെ കണ്ണിന് നേരെ ഇയാൾ ആക്രമണം നടത്തിയത്? ആയുധം വെച്ചുള്ള ആക്രമണമല്ല, കൈകൊണ്ട് മർദ്ദിച്ചു എന്നതാണ് പെൺകുട്ടി പറയുന്നത്. മുഖത്തും, അതായത് കൃത്യമായി തന്നെ മുഖത്തും മൂക്കിനും കണ്ണിന് താഴെയുമാണ് മർദ്ദിച്ചത്. ഈ ദൃശ്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഈ കൈകൊണ്ട് മുഖത്ത് ശക്തമായി കുത്തിയ രീതിയിലുള്ളതാണ് ഈ ദൃശ്യങ്ങൾ. അത്തരത്തിലുള്ള ക്രൂരമായ മർദ്ദനം ആയിരുന്നു എന്നതാണ് പെൺകുട്ടി നിലവിൽ പരാതിപ്പെടുന്നത്. ഒരുപാട് തവണ ഇൻസ്റ്റഗ്രാം വഴി മെസ്സേജ് അയക്കരുത് എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് വീണ്ടും തുടർന്നപ്പോഴാണ് ഈ പെൺകുട്ടിയുടെ ഈ പ്രശ്നം ഉണ്ടാക്കിയ ആളുടെ വീട്ടിൽ പോയി പരാതി നൽകുന്നത്. അതിന് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായത്. ഈ പെൺകുട്ടിയുടെ വീട്ടിൽ യുവതിയും ഈ ഉമ്മയും മാത്രമാണ് ഉള്ളത്. പിതാവ് വിദേശത്താണ് ഉള്ളത്. ശരി, മേഘ മാധവനാണ് വിവരങ്ങൾ നൽകിയത്. ഇൻസ്റ്റാഗ്രാം വഴി അശ്ലീല സന്ദേശം അയച്ചത് ചോദ്യം ചെയ്ത യുവതിയെ യുവാവ് മർദ്ദിച്ച് ക്രൂരമായ മർദ്ദനം ആണ് യുവതിക്കേറ്റത്. ഈ മർദ്ദിച്ച യുവാവ് ഒളിവിലാണ്. പോലീസ് ഇയാൾക്കായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളാണ് മേഘ മാധവൻ നൽകിയത്.